കമോൺ ക്വിക്ക് ഫൈറ്റ് സമയം. ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ ലക്ഷങ്ങളാണ് നമുക്ക് അല്ലേ. ഓക്കെ, പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, ഇങ്ങോട്ട് കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ട് വേറെ വിഷയമൊന്നുമില്ല. കട്ടക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ലൊരു മഴക്കോളാണ്. മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ ഷൂ നനയും. ഇന്ന് ഷൂ ഇട്ടിരിക്കുകയാണ്. ഷൂടുള്ള കാരണം വേറെ ഒന്നുമില്ല, ഒരു ലുക്കിന് വേണ്ടി മെയിനായിട്ട്. അതുപോലെ ക്രോക്സ് ചെരുപ്പ് ഫുൾ അഴുക്കായിരിക്കുകയാണ്. അതുപോലെ വെള്ള കളറുമാണ്, പെട്ടെന്ന് അഴുക്കാകുമ്പോൾ ലുക്ക് കുറയാണ്. അതുകൊണ്ട് അതൊന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ബൈക്ക് റൈഡിന് ഏറ്റവും ബെസ്റ്റ് ഷൂ ആണ്. നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ ടയറിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കല്ല് അടിച്ച് കയറി ചിലപ്പോൾ കാലിൽ കൊള്ളും, ഭയങ്കര വേദനയായിരിക്കും ആ സമയത്തൊക്കെ. അതുമില്ലാതെ നമുക്ക് കാൽ തറ വയ്ക്കാൻ നേരത്ത് നമ്മളെ കാലിൽ പെട്ടെന്ന് അണുക്കൾ കയറൂല. അങ്ങനെയൊക്കെ ഉണ്ട്. ചെരുപ്പിലും കയറില്ല, എന്നാലും ഷൂ ആകുമ്പോൾ ഫുൾ കവർ ചെയ്തിരിക്കല്ലേ. ചിലപ്പോൾ അറിയാതെ വല്ല കാല് വല്ല സൈലൻസറിലോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹീറ്റുള്ള സ്ഥലത്ത് കാല് വയ്ക്കാൻ നേരത്ത് കാല് പൊള്ളിപ്പോവും. അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഷൂ ഈസ് ബെസ്റ്റ് ഫോർ ആൾവേസ്. അങ്ങനെയല്ല, ഷൂ ഈസ് ആൾവേസ് ബെസ്റ്റ് ഫോർ ബൈക്ക് റൈഡ്. ഇംഗ്ലീഷ് പഠിച്ചോണ്ടാ സൂപ്പർ. പ്രതീക്ഷ വേറെ ലെവലായിക്കൊണ്ടിരിക്കും ഓരോ സംഭവം കേട്ടാ. മിക്കവാറും ഫ്യൂച്ചറിൽ ഫുൾ ഇംഗ്ലീഷ് വ്ളോഗ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ മലയാളി ആരും കാണൂല, എല്ലാം ഹോളിവുഡ് ലെവലിലായിരിക്കും ആൾക്കാർ കാണുന്നത്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ അപ്പുറത്താണ്, ഇറാനി. സാധാരണ എപ്പോഴും അസി അടിക്കുള്ളൂ, ഇപ്രാവശ്യം ഇറാൻ അടിച്ചിരിക്കുകയാണ്. റീച്ച് ലൊക്കേഷൻ റെഡിയായി. പാപ്പ എടുക്കാം. പൂജപ്പുര MSP വട്ടവള. പുറകോട്ട് പോകണം. വണ്ടിവള, വട്ടവള, വണ്ടിവള. ഡ്രൈവിംഗ് കണ്ട് അങ്ങനെ ഇരിക്കണം. അതാണ് നമ്മളെ കളികൾ. ഇതൊക്കെ എന്തോന്ന് കളി. ചുമ്മാ വായി ഒന്ന് വിളിച്ച് പറഞ്ഞ് കളികളൊന്നും. ബ്ലോഗ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കണം. കണ്ടന്റാണ് ആവശ്യം അല്ലേ. കൊണ്ടുപോകണം. ഇറാനി റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻറ്റ്. 0494 എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അതെ. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫാസ്റ്റ് ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. ഇപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് സൂപ്പർ എനർജി ആണെന്ന് കിടിലം വൈബായിരിക്കും. കാരണം രാവിലെ വർക്കൗട്ട് ചെയ്തായിരുന്നു കുറേ ദിവസം കഴിഞ്ഞിട്ട്. എൻ്റെ അമ്മോ, വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നടക്കണേ ഇല്ല. രാവിലെ ഒരു 10 പുഷപ്പ് എടുത്തായിരുന്നു. പണ്ടൊക്കെ ഒരു 60-70 എടുക്കുമായിരുന്നു ഒറ്റ അടിക്ക്. ഇപ്പം പറ്റുന്നില്ല. 10-15 പോകണം മാക്സിമം. നോക്കി കേട്ടാ. അത് വേറെ ഒന്നുമില്ല, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്താലേ നമ്മൾ എനർജി അല്ല, നമ്മൾ ഒരു എന്താ പറയുക സ്ട്രെങ്ത് നിൽക്കുള്ളൂ, എന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇങ്ങനെ. ഇനി ദിവസം നമ്മൾ ചെയ്യും തോറും ഒരു 10, 15, 20, 30 അങ്ങനെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പഴയ പോലെ 60-70 ചുമ്മാ എടുക്കാൻ പറ്റും ഈസി ആയിട്ട് അല്ലേ. അതുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഇപ്പോൾ ഞാൻ പറയാവുന്ന കാര്യം വേറെ ഒന്നുമില്ല, വർക്കൗട്ട് ചെയ്തപ്പോഴേ നല്ല സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇപ്പം ഒരു ഉറക്ക ക്ഷീണം അങ്ങനെയൊന്നുമില്ല. എന്ത് പറയാം, ഒരു 100 പേർ അടിക്കാനുള്ള പവർ ഇട്ടിരിക്കണം. അങ്ങനെ ഇരിക്കണ്ട. 100 പേർ അടിക്കാൻ പറ്റാമെന്നില്ല, പറയണേ ഉള്ളൂ. ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കണം. കറക്റ്റ്, അതാണ് കറക്റ്റായ പോയിന്റ്. അത് പറയാൻ അത്രയും പാടുപെട്ടത്. കാലാവസ്ഥ സൂപ്പർ കേട്ടാ. മഴയില്ല, വെയിലില്ല, ഇങ്ങനെ മതിയായിരുന്നു. ഇതാണ് ചെങ്കളൂർ മഹാദേവ ക്ഷേത്രം. കണ്ടോ, തൊഴുതോ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോ. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എവിടെ നിന്ന് പറഞ്ഞില്ല. നമ്മൾ പോകേണ്ട വട്ടവളയാണ്. പൂജപ്പുരയിൽ നിന്ന് കറക്റ്റ് 1.4 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിപ്പം പൂജപ്പുര കഴിഞ്ഞ് ചെങ്കളൂർ എത്തിയിരുന്നു. ചെങ്കളൂർ പൂജപ്പുരയിൽ ഒന്ന് തന്നെ. ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. ഇത്ര തന്നെ. ഇവിടെ ഒരു കുത്ത് കയറ്റമുണ്ടല്ലോ. ഓ അമ്മോ, ശബരിമല പോലെ എത്ര കയറ്റമില്ല. അടിപൊളി, അത്രേ ഉള്ളൂ. ഓണൊക്കെ അടിച്ചോ, സൈക്കിൾ കയറി വരും. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് റൈറ്റിലോട്ടാണ്? ലെഫ്റ്റിലോട്ട് തന്നെ. ഇവിടുന്ന് ലെഫ്റ്റാ റൈറ്റായിരിക്കും. ഓ, ഇവിടെ കുത്തിറക്കണമല്ലോ. ഇവിടെ തന്നെ വീട്. ഒരു മിനിറ്റ് അങ്ങോട്ട് ഉളച്ചോട്ട്. ഇവിടെ ഇറക്കത്തിൽ സ്റ്റാൻഡോ ശരിയല്ല. ഗിയർ വണ്ടി തന്നെ സേഫാണ്, എന്നാലും വേണ്ട. കയറ്റത്തിടാൻ കുഴപ്പമില്ല, ഇറക്കത്തിലിടാൻ പാടില്ല. ഇങ്ങനെ വയ്ക്കാം. ബൈസൺ സേഫാണല്ലോ. റീച്ച് ലൊക്കേഷൻ ഇത് തന്നെ. കസ്റ്റമറുടെ വീട് ഇത് തന്നെ. സൊമാറ്റോയാണേ. ഇവിടെ ഓർഡർ ചെയ്തല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ശരിയാണ്. അകത്ത് പട്ടി ഉണ്ടായിരുന്നു, കറാത്ത ഭാഗ്യം. ഓക്കെ, അവനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് ഡെലിവറി കൊടുത്ത്. എത്രയേ ഉള്ളൂ, സൂപ്പർ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 25 രൂപ 14 പൈസയാണ്. നെക്സ്റ്റ് ഓർഡർ. ഇതെന്തോ ചുമ്മാ ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ പറഞ്ഞത്. ക്ലോസ് ചെയ്ത് വിട്ടാൽ വന്നുകൊണ്ടിരിക്കുള്ളൂ. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പർ കേട്ടാ. പക്ഷേ KLTN ബ്ലോഗിന് സ്റ്റിക്കർ ഇളക്കിയാരോ കേട്ടാ. ഏതോ വഴി പോക്കാൻ എന്തോ ചെയ്തിട്ട് പോയി കളഞ്ഞു. അപ്പുറത്ത് കുഴപ്പമില്ല. ഇങ്ങനെ കുറേ മാരുണ്ട് വഴി പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടി കാണുമ്പോൾ. നമ്മളെന്നില്ല, പൊതുവേ എന്തെങ്കിലും വണ്ടി സ്റ്റിക്കർ ഉണ്ട് കഴിഞ്ഞാൽ അത് ഇളക്കാനുള്ള ഒരു തോന്നൽ. ഇത്ര തന്നെ. ചിലപ്പോൾ കൊച്ചു പിള്ളേരായിരിക്കാം. കൊച്ചു പിള്ളേരും കുഴപ്പമില്ല, അവർക്കൊരു കളിക്ക് ചെയ്യണതാണ്. ചില പ്രാന്തന്മാരുണ്ട്, അല്ല തടി കാള പോലെ വളർന്നിട്ട് കാണിക്കണ വേല കംപ്ലീറ്റ് കൊച്ചു പിള്ളേർ വേലയാണ്. അവർക്കാണ് വിഷയം. അപ്പോൾ നമുക്ക് നേരെ പൂജപ്പുര പോകാം. അടുത്ത ഓർഡർ ഇങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കൊട്ടൊക്കെ നിൽക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് അതേ സെയിം ഇറാനിയിലാണ്. ആക്സെപ്റ്റ് ഓർഡർ പൂജപ്പുര. കണ്ട കൊള്ളാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓർഡർ പറ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പോസ്റ്റ് ആയിരിക്കും ചില സമയത്തൊക്കെ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഓർഡർ പൂജപ്പുര ഇറാനിയിൽ. അപ്പോൾ എടുക്കാം. അപ്പോഴത്തേക്ക് ഒരാൾ വന്ന്, പുള്ളിയുടെ പേര് ആകാശാണ്. പണ്ട് കണ്ടാണ് പുള്ളിയൊക്കെ, മറന്നേ പോയി. ഫേസ് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ സുഖം തന്നെ. പിന്നെ പറ, LAPG ലൈഫ് അടിച്ച് പൊളിക്കണം. അത്ര തന്നെ. ഭയങ്കര നാണമാണ് പുള്ളിക്ക്. നാണൊക്കെ മാറിക്കട്ടെ. ഒരു സമയം കൂടെ ഒന്നായി വ്ളോഗ് ചെയ്യാൻ വേണ്ടി. എല്ലാം ശരിയാവും. അപ്പോൾ പോട്ടാ, ബായ്, കാണാം. സൂക്ഷിച്ച് പോണേ. ശരി എന്നാ. റെഡിയായി 5 മിനിറ്റായി. സംസാരിച്ചോണ്ട് സമയം പോയിക്കൊണ്ടിരിക്കും. 0018 അല്ല 018 0018 എന്ന് പറയാൻ പോലെ 018 ആണ്. കൺഫ്യൂസ്ഡായി. കൺഫ്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ലൂസ് മോഷൻ. ഓക്കെ, ഓർഡർ പിക്ഡ്. ശരി, ഓക്കെ. അപ്പോൾ പോട്ടാ ബ്രോ.
ടാറ്റാ ബൈ സീ യു. അപ്പോൾ ഓക്കെ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കവടിയാർ. ഇവിടെ നിന്ന് കറക്റ്റ് 4.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം എന്തോ ഒരു മന്തിയാണ് തോന്നണ്ട. അത് നോക്കിയില്ല, അതൊന്നും വിഷയമില്ല. നമ്മൾ ആൾക്കാരെ ഭയങ്കര സ്നേഹമുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ശരി ഭയങ്കര ഒരു കാര്യമാണ്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനർജിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചാണ് പണ്ടൊക്കെ. അതുപോലെ ആൾക്കാർ നമുക്കും വരുമോ, നമ്മളൊരു സെലിബ്രിറ്റി ലെവലിലൊക്കെ, സെലിബ്രിറ്റി അല്ല എന്നാലും ആ ലെവലിലൊക്കെ ഒന്ന് പോയാൽ കൊള്ളാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ കെട്ടുമെന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്തത്. ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി, ട്രാവൽ ഇഷ്ടമാണ്, ബൈക്ക് റൈഡ് ഇഷ്ടമാണ്, എഡിറ്റിംഗ് ഇഷ്ടമാണ്, വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടൊരു ഫെയിമിന് വേണ്ടി നമ്മൾ യൂട്യൂബ് വ്ളോഗൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. അത് നമുക്കത് വർക്കൗട്ട് ആവോ, നമുക്കത് എന്താ പറയുക, അത് ചെയ്യുമ്പോൾ സന്തോഷം ഒരുപാട് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് വന്നോളും. അപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല ബോണസാണ് ആൾക്കാരെ കമൻറ്റ്സ്, ആൾക്കാരെ സപ്പോർട്ടൊക്കെ. ഇനി വേണ്ടത് ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. അതും കൂടെ കെട്ടിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. വേറെ വിഷയമൊന്നുമില്ല. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. ഒരു മിനിറ്റ് വണ്ടി എതിക്കോട്ടെ. പ്രിയ രശ്മി അല്ലേ? ഓക്കെ ഓക്കെ, വണ്ടി പറഞ്ഞ ഓക്കെ ശരി. എന്നാൽ കസ്റ്റമർ ഇവിടെ വന്നിട്ടാ, റോഡിൽ വന്നു, കുഴപ്പമില്ല, ഇവിടെ വെച്ചാൽ കൊടുത്ത്. ഓക്കെ അപ്പോൾ പോകുന്ന അടുത്ത ഓർഡർ അടിച്ച് സൂപ്പർ കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സ്കൂട്ടർ തൊട്ട്, ഒരു മിനിറ്റ് വഴി ഇങ്ങോട്ട് തന്നെ, അങ്ങോട്ട് തന്നെ, അതായത് സ്കൂട്ടർ തൊട്ട് ലോറി വരെ എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ. അപ്പോൾ അതുകൊണ്ട് ഉടനെ എടുത്തേക്കും എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് കണ്ട് പെറ്റി അടിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ വിളിച്ചാൽ മതി, വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് വെച്ചാലും മതി, കുഴപ്പമില്ല. ഓക്കെ, എവിടെയാണ്? കെസ്റ്റൺ റോഡ് KFC. അവിടെ അല്ലേ? അതാ കഴിഞ്ഞാ? കഴിഞ്ഞ് ബാക്ക്. അത് നമ്മൾ രാത്രിയാകുമ്പോൾ ലൈറ്റ് അറിയാൻ പറ്റും, ചുവന്ന കളർ ലൈറ്റൊക്കെ KFCയിലൊക്കെ. ഇപ്പോൾ പകലാകുമ്പോൾ അങ്ങനെ ചുവല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജിൻ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് KFC റെസ്റ്റോറൻറ്റ്. റീച്ച് ലൊക്കേഷൻ. റെഡിയായെന്ന് കാണിക്കും. അവിടെ പോയി ചോദിച്ചു നോക്കാം. ചോദിക്കുമ്പോൾ അറിയാം റെഡിയായില്ലെന്നുള്ളത്. വാ KFC കാത്തു നിന്നാലും ഫുഡ് കിട്ടില്ല. നല്ല തണുപ്പ്. KFC കയറിയപ്പോൾ പിക്കപ്പ് ലൊക്കേഷൻ അവിടെയാണ്. റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മളാണത് തെടിക്കാണിത്. 715 ഹോട്ട് ചിക്കൻ വിങ്സ് 4 പീസ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുറവങ്കോണമാണ്. ഇവിടെ കറക്റ്റ് 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. കുറവങ്കോണത്ത് ബാബ് അറേബ്യ റെസ്റ്റോറൻറ്റിൽ കൊടുക്കേണ്ടത്. KFC റെസ്റ്റോറൻറ്റ് എടുത്ത് ഫുഡ് എടുത്ത് ബാബ് അറേബ്യ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കൊടുക്കണം. റെസ്റ്റോറൻറ്റ് ടു റെസ്റ്റോറൻറ്റ് ഓർഡറാണിത്. അപ്പോൾ കാലാവസ്ഥ കുറച്ച് മാറിയിട്ടുണ്ട്. ഭയങ്കര വെയിലിട്ടാണ്. അപ്പോൾ പൊള്ളണ്. വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കും, കുഴപ്പമില്ല, കാറ്റടിക്കല്ലേ. വണ്ടി നിർത്തി സിഗ്നലൊക്കെ നിർത്തി കഴിഞ്ഞാൽ തീർന്നു. ഓമോ റിച്ച് ലൊക്കേഷൻ ഉടനെ. ജിതു അല്ലേ? ഓക്കെ ശരി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 33 രൂപ 98 പൈസയാണ്. ഇതാണ് പിടിക്കാതെ 2 പൈസ കൂട്ടിത്താ 34 എന്തിങ്ങനെ. അടുത്ത ഓർഡർ അടിച്ചാൽ സൂപ്പർ. പൊരിച്ച കോഴിയുടെ മണം. തള്ള കിലുക്ക സിനിമയുടെ ഡയലോഗ്. കുരങ്ങാ കോഴിൻ്റെ മണം. ഇതെവിടെ ലൊക്കേഷൻ? മരപ്പാലാകുമ്പോൾ അങ്ങോട്ടാണ്, റൈറ്റോട്ട്. ഓർഡറുകൾ ഭയങ്കര സ്പീഡ് കേട്ടോ. എൻ്റെ അമ്മോ, ജോലി ആളില്ലേ സൊമാറ്റോയിൽ ഇപ്പം. എല്ലാ ഓർഡർ നമുക്ക് അടിക്കണം. കുരങ്ങാ കോഴീൻ്റെ മണം. അത് പുറത്തെവിടെ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. കോഴിൻ്റെ മണമാണ്, കോഴിയില്ല, കോഴി. റീച്ച് ലൊക്കേഷൻ. റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അതൊക്കെ നേരെ പോയി കളഞ്ഞ്. ചിലപ്പോൾ പറയാൻ പറ്റും, ചില ഓർഡറൊക്കെ നേരെ വെച്ചിരുന്നെങ്കിൽ വാരി കളയും. പുറപ്പെട്ടാ സമയം ഓർഡർ അടിച്ച്. ഡിലേ ആയിപ്പോൾ. ഞാൻ അടുത്തപ്പോൾ തന്നെ കിട്ടി. പോയിട്ടാ ബൈ സീ യു. എനിക്ക് വന്നിട്ട് നോക്കട്ടെ, മാപ്പ് നോക്കിയില്ല. എനിക്കറിയാം. അപ്പോൾ അങ്ങോട്ട് പോകണം, പേരൂർക്കട. അത് ലോങ് ചെയ്യുന്നത് കുഴപ്പമില്ല. അത്ര നേരം ഒരു ഒറ്റ വണ്ടി കാണില്ല. നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴാണ് 5 കാർ 3 ബൈക്ക് ഒന്നിച്ച് വരും. ഇവിടെയാണോ? ഗണേശ് അല്ലേ? ഓക്കെ. ഗൂഗിൾ പേ ഉണ്ടോ ക്യാഷ് ആണോ? ക്യാഷ് തന്നെ. എല്ലാം ഉണ്ടല്ലോ. ക്യാഷ് റിസീവ്ഡ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 75 രൂപ 88 പൈസയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം യാണിക്കരയാണ്. ഇവിടെ നമുക്ക് നേരെ പേരൂർക്കട പോകാം. അവിടെ നിന്ന് അടുത്ത ഓർഡർ അടിച്ച് ഇങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗയ്സ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് റീലോഡഡ് സാഗർ വേസ്റ്റാക്കി. ഓരോ പേരുകൾ കണ്ടു കഴിഞ്ഞാൽ സിനിമ പേര് പോലെയൊക്കെയാണ് അല്ലേ. നേരെ പോയിട്ട് അവിടെ അപ്പർ മെറിഡിയനിൽ. ഓക്കെ മനസ്സിലായി. സമ്പളബള സിമ്പത്തെ സിമ്പൽ ചല ചല ചിണ്ട പുളി ഉറുമ്പത് ഇടി ഇടിക്കുന്നത്. നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. അത് തന്നെ ലെഫ്റ്റ് സൈഡിൽ. റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 400 ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പറവങ്കുന്ന്. ഇവിടുന്ന് കറക്റ്റ് 8.1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് മണിയെ പറഞ്ഞില്ല നമ്മളല്ലേ, സമയം പറഞ്ഞു പോകണമെങ്കിലേ ഒരു രസമുള്ളൂ. മണി ഇപ്പോൾ കറക്റ്റ് 2:30 മണി കഴിഞ്ഞിട്ടുണ്ട്. സമയമാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം ജീവിതത്തിൽ. അപ്പോൾ ആ സമയം എൻജോയ് ചെയ്യാനാണ് നമുക്ക് ഈ ലൈഫ് ഉള്ളത്. അപ്പോൾ ഈ ലൈഫിന് ഹാപ്പി ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇൻഷുറൻസ്. അടുത്ത ഇൻഷുറൻസ് വന്നല്ലേ, അത് വേറൊന്നുമില്ല, ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ. കാരണം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വില നോക്കി പയ്യെ സമാധാനത്തിൽ വാങ്ങിക്കാം. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. പെട്ടെന്ന് അസുഖമോ ആക്സിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത്. അങ്ങനെ പോയി ഇരിക്കാൻ നേരത്തെ അവിടുത്തെ ബില്ല് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടി
വീഴും. നമ്മൾ ഏതൊരു കാര്യത്തിൽ ചെറിയ പിശുക്ക് കാണിക്കും, പക്ഷെ നമ്മൾ ജീവൻ ആപത്തായ കാര്യത്തിൽ പിശുക്ക് കാണിക്കില്ല. അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കാൻ റെഡിയായി നിൽക്കും. ചിലപ്പോൾ ആ ബില്ല് അടയ്ക്കാൻ വേണ്ടി നമ്മൾ സമ്പാദിച്ച മൊത്തം സ്വത്ത് വിൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കും. അപ്പം അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആപ്പോടെ സീറോ ആവും, പാപ്പരയായി പോകും. അപ്പം അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് വേണം കമ്പൽസറി ആയിട്ട് എല്ലാവരും എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ വൈഫുമായിട്ട് കമ്പനി എന്ന് പറഞ്ഞ HDFC ലൈഫാണ്. 100% ക്ലെയിം സെറ്റിൽമെന്റ് രാശിയുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്ത് നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് 5 പൈസ ചിലവാകാതെ നമുക്ക് എല്ലാ കാര്യം ഈസിയായി നടക്കും. ഇന്ന് ഞായറാഴ്ച ആയിട്ട് റോഡൊക്കെ തിരക്ക് കുറവാണ്. ഇതേ സമയത്ത് നാളെ ആകുമ്പോൾ ഈ റോഡിലൊക്കെ ഒരു 10-3000 വണ്ടി കാണും. ഓ വിശപ്പ് തുടങ്ങി കേട്ടാ. മണി 3 ആവറായില്ലേ, 2:45. കുഴപ്പമില്ല, വീട്ടിൽ പോയി ആരും കഴിക്കാം. നല്ല വിശക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നല്ല സർബത്തോ കേക്കോ എല്ലാം കഴിക്കാം. ഓക്കെ, ലൊക്കേഷൻ തറായി അവിടെ തന്നെ. അനിയ അല്ലേ? ശരി, ഓക്കെ. ഓർഡർ ഡെലിവറി. നല്ല റോഡല്ലേ, സൂപ്പറായി. ചന്ദ്രനിൽ കാല് വെച്ച് വിളിക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ ചന്ദ്രനിൽ പോകണമെന്ന് ആയിരിക്കാൻ പാടില്ല. നമ്മൾ റോഡ് തന്നെ ചന്ദ്രൻ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 83.47 പൈസയാണ്. പോകണം, അപ്പോൾ വീട്ടിൽ പോകുന്ന മണി 3 ആവറായി. ഇൻസെൻറ്റീവ് അടിച്ചത് നമുക്ക് ഈ ബാക്കി രാത്രി ഓടാറുണ്ട്. അതും കൂടെ ഓടുമ്പോൾ എല്ലാം കൂടെ ഒരു വലിയ എമൗണ്ട് കിട്ടുമായിരിക്കും. എല്ലാം കൂടെ മൊത്തം 392 രൂപ 46 പൈസയാണ്. സൂപ്പർ. എന്തായാലും ഇന്നത്തെ ഇൻസെൻറ്റീവ് ഇതല്ല. നമ്മളിനി വൈകിട്ടോട് ഓടുമ്പോൾ എല്ലാം കൂടെ 250 രൂപ കിട്ടുമായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് 800 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ നേരെ അടുത്ത് എങ്ങോട്ട് പോകാൻ? അടുത്ത സാധനം വാങ്ങാറുണ്ട്. അപ്പോൾ അടുത്ത നേരെ കിള്ളിപ്പാലത്തോട്ട് പോകാം. അവിടെ കുറച്ച് സാധനം വാങ്ങാറുണ്ട്. ലിസ്റ്റ് അയച്ച് കൊടുത്തത് വാട്സാപ്പിലോട്ട്. ഗ്രോസറി പിക്കഡ്. ഗ്രോസറിയാണ് ജോക്കറിയാണ്. ഇതോടെ നിൽക്കുമോ നമ്മുടെ പോയിനകത്ത്? ഡൗട്ട്. 1300 സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത്ര ലാഭമാണ്. ഏതെങ്കിലും പറഞ്ഞു വിടുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, ബാഗ് ഓക്കെ ആണല്ലോ. അപ്പോൾ കയറിക്ക് ശ്രദ്ധിച്ചപ്പോൾ ആഹാ നല്ല വെയിറ്റ് ഉണ്ട് ബാഗ് കേട്ടോ. ബാക്കിൽ തള്ളണ്. ഓക്കെ, വേറെ വെക്കുന്നില്ല. കംഫർട്ടാണ്, ഓടിക്കാൻ സുഖമുണ്ട്. പയ്യെ പോയാൽ മതി. ഇതാണ് കട്ടറൊക്കെ വരുമ്പോൾ നോക്കി ഓടിച്ചാൽ മതി. ബാഗ് പൊട്ടൂര് ഉറപ്പാണ്. ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, സാധനം കുറവാണ്. സാറിന് നമ്മൾ 3000 സാധനം വാങ്ങിക്കും. ഓ, ലഗേജ് കൂടുതലായിരിക്കും. ആ സമയത്ത് മറ്റേ ബാഗ് ഉണ്ടോ, റൈഡിങ് ബാഗ് ഉണ്ടല്ലോ. ഓക്കെ, വീട്ടിലേക്ക് വന്നാച്ച്. എന്താ അപ്പോൾ കളന്ന് കേട്ടോ. ഒരു വഴിയായി. വെള്ളം ദാഹവും, മെയിൻ വെള്ളം ദാഹമുള്ളൂ. വിശപ്പ് വലിയ വിശപ്പില്ല. വെള്ളം കുടിച്ചപ്പോൾ ശരിയായി. പിന്നെ വെള്ളം ദാഹിക്കും. ചൂടല്ലേ, എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരില്ല. സോപ്പ് പൊടി സെപ്പറേറ്റ് വെച്ച് വേറെ ഒന്നുമില്ല. അഥവാ എന്തെങ്കിലും പൊട്ടി അകത്ത് വീഴുകയാണെങ്കിൽ എല്ലാം പോയ്സൺ ആയി പോകും. ഇന്നത്തെ ഫുഡ് ചോറ്, മുട്ടക്കറി ആൻഡ് രസം. കഴിക്കാം. അപ്പോൾ വെയിലിനെക്കാളും മഴ തുറക്കാനുള്ള സുഖമാണ്. നല്ല കാറ്റ് തണുപ്പുണ്ട്. പിന്നെ മഴ പെയ്യുന്ന ആ ഒരു നനഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. വെയിലാകുമ്പോൾ ഫുൾ വെള്ളം ദാഹവും മുഷിഞ്ഞ് ടയർഡാവുകയാണ്. നല്ല വരവിട്ടുണ്ട്. രസമൊക്കെ ഒഴിച്ച് കുറച്ച് മുട്ടക്കറി അതിൻ്റെ മുട്ടയും ചേർത്ത് എടുക്കുക. കട്ട് ചെയ്തില്ലേ നീ മുട്ടയെ? മുറിച്ചിട്ട് അത് കിണ്ടമ പൊടി. ഓക്കെ, ഓക്കെ. എൻ്റെ വേറെ പറയാം. അല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞ് ലാഗ് അടുപ്പിക്കില്ല. ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. വാ 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 വാ.